എവിടെ ഇപ്പൊ പണി പാളിയതിപ്പോ എങ്ങനെ കണക്ക് കൂട്ടിയാലും വന്നിട്ട് 500 വോട്ട് ഞാൻ പ്രതീക്ഷിച്ചു. എവിടെ കൊണ്ട പോയെന്ന് ഒരു പിടുത്തത്തില്ല. ഇവിടെ മര്യാദ മൂലം നമുക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? 10 വോട്ടാ. പിന്നെ അത് ഞാൻ 5 വോട്ടം അതിൽ കയറ്റിയിട്ടുണ്ടാന്ന്. 10 വോട്ടം എൻ്റെ അതിലല്ലേ. ഇനിയിപ്പൊ നീ നിന്റെ ഫാമിലി ചെയ്തിട്ടില്ലേ? പിന്നെ വോട്ട് കാണുന്നില്ല ഇവിടെ. നമ്മളെ ഒരുമിച്ചല്ലൊക്കെ ഇറങ്ങിയിരുന്നത്. എന്നാ നോക്കിയാലും ഒരു പുറത്ത് കിട്ടില്ല വോട്ട് ഏത് വഴിക്കാ പോയിക്കണ്. എന്തൊക്കെ പറ്റിയാണ് എന്താ മക്കളെ ആലോചിക്കണ്? എല്ലാം പോയില്ലേ, ഇനി ആലോചിച്ചിട്ട് എന്താ കാര്യമുള്ളത്? എല്ലാം ഞാനൊക്കെ ഇരിക്കേ. എന്തുണ്ടായിരുന്നൊരു പിടുത്തം കിട്ടില്ല ഞാനൊക്കെ. കഴിഞ്ഞ വർഷത്തെ നമുക്ക് കിട്ടി ചോദിച്ചു, അത് പിന്നെ പോയി. ഇതിപ്പോ നമ്മൾ അത്രയും പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താണ്. ഒരു കാരണവശാലും പോവാളെ ഇതില്ല. നമ്മുടെ കണക്കൂട്ടിൽ 500 വോട്ട് നമ്മൾ ഉണ്ട്, നമ്മുടെ ഹോട്ടലിൽ ഉണ്ട്. എന്താന്നൊരു പിടുത്തം നമുക്ക് നമ്മൾ എങ്ങനെ ആലോചിച്ചിട്ടും വർക്കിങ്ങിന് യാതൊരു പ്രശ്നം നടത്തിയിട്ടില്ല. വർക്കിംഗ് കറക്റ്റായി നടന്നുണ്ട്, എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവാത്തുള്ളൂ, ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ പാളിച്ചു. രണ്ടാമത് നമ്മൾ ജനങ്ങളിലേക്ക് നമ്മുടെ നേതാക്കന്മാർ ഇറങ്ങിച്ചില്ലെന്ന്. അത് നേതാക്കന്മാരുടെ അഹങ്കാരം. ഈ 2 കാരണമാണ് തോൽക്കാനുള്ള കാരണം, വേറൊന്നല്ല. ഇനിയിപ്പോൾ അതിനെ പറ്റി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങുക, നല്ല പ്രവർത്തനം കാഴ്ചവെക്കുക. നമ്മളൊരാളെ ജയിപ്പിച്ചു വിടുമ്പോൾ നമ്മുടെ കാര്യം നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ജയിപ്പിച്ചു വിടുന്നത്, നാടിന് ഗുണം ഉണ്ടാവിച്ചിട്ട് ജയിപ്പിച്ചു വിടുന്നത്. ഗുണമില്ലെങ്കിൽ പിന്നെ ജനങ്ങള് മടുക്കില്ലേ? അതാണ് സംഭവിച്ചിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ അതിനെ പറ്റി വിഷമിക്കും വേണ്ട. ഇനിയിപ്പോ സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചാല് വല്ല കയ്യബദ്ധം പറ്റിണ്ടാവോ? സ്ഥാനാർത്ഥി നമ്മളെല്ലാവരും പോയിട്ട് എല്ലാവരും ഒറ്റ സ്ഥലത്തിൽ പറഞ്ഞിട്ടാണ് നമ്മളത് സ്ഥാനാർത്ഥി നിർണയിച്ചത്. പിന്നെ എവിടെ പോയി വോട്ട്? എവിടെ പോയെന്ന് എനിക്കൊരു കണക്കൂട്ടലില്ല. എനിക്ക് എന്റെ കണക്കൂട്ടൽ കംപ്ലീറ്റ് കഴിഞ്ഞു പോയി. പിന്നൊരു സമാധാനം, നമുക്ക് 2ാം സ്ഥാനം കിട്ടിയില്ലോ, അത് മതി. എന്നാണ് തന്ന ചാലൊക്കെ എടുക്കൂട്ടാ. ഈ ഇലക്ഷനിലെ ഇവരുടെ 2ാം സ്ഥാനത്തിന് പ്രാധാന്യം. ജയിച്ച മെമ്പർമാരും തോറ്റ വീട്ടിൽ. ഇനി എന്താ വേണ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേതാക്കന്മാര് നല്ലപോലെ പ്രവർത്തിച്ച ഇനി നമുക്ക് ജയിക്കാൻ കഴിയും. അത്രേ ആവശ്യമുള്ളൂ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. എന്താ അതെ, നിങ്ങളിവിടെ വട്ടസമ്മേളനം വന്നിട്ട് കൂടിയിട്ട് ഒരു കാര്യമില്ല. ജയിക്കാൻ അവർ ജയിച്ചു. ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അടിക്കാനുള്ള സാധനം വെച്ചിട്ടുണ്ടാവുന്നു. തല വെച്ചിട്ട് പോയി. താല് മാത്രല്ലടാ, പടക്കൊച്ച് പഠിച്ചിട്ട് അണ്ണാർക്കാരന്മാര്